ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്നില്ല. അഭിപ്രായങ്ങൾ കേൾക്കുക മാത്രമല്ല, വേണ്ടവ സ്വീകരിക്കും. നിയുക്ത UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോകണം. UDFന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അടക്കമുള്ളവരുമായി ചേർന്ന് മുന്നണിയിലെ കക്ഷി നേതാക്കളെ വിശ്വാസത്തിലെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിന് വില കൊടുക്കുകയും ചെയ്യും. അഭിപ്രായങ്ങൾ കേട്ടാൽ മാത്രം പോരാ, സ്വീകരിക്കേണ്ടവ സ്വീകരിക്കണം. 2025-26 വളരെ നിർണായകമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാതിക്കലാണ്. അവയെ നേരിടാൻ പാർട്ടിയും UDFനെയും സജ്ജമാക്കുക എന്നതാണ് എന്റെ മുഖ്യ ലക്ഷ്യം. അതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുന്നതിനാകും പ്രഥമ പരിഗണന. മുതിർന്ന നേതാക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും. മുന്നണിയിലെ മറ്റു പ്രസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോയാൽ മാത്രമേ UDFന് മേൽക്കൈ ഉണ്ടാകാൻ കഴിയൂ എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആഗ്രഹിച്ചത് KPCC അധ്യക്ഷ പദവി ആയിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടിയെന്ന് വരില്ല എന്ന ഉത്തരമാണ് നൽകിയത്. ഒരു വലിയ സ്ഥാനമാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അത് നിറവേറ്റുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.